പ്രാണപ്രിയെ, അത് സാധാരണ പൊന്മാനല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കത് വേണമെന്ന് ആഗ്രഹമുണ്ടായത്. ഭവതിയുടെ ഏതാഗ്രഹവും നിറവേറ്റേണ്ടത് എന്റെ കടമയാണ്. ലക്ഷ്മണ സ്വാമി, സീതയുടെ പരിരക്ഷണം നിന്നിലാണ്. അവിടത്തെ ആശീർവാദം. വല്ലാതെ ആയിപ്പോയി പെണ്ണ്. മോളെ ആപ്പിൾ ജ്യൂസ് ആണ്. വല്ലാതെ ഒരു ചേരെടുത്തിട്ട് വരുമോ? ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ഭിക്ഷാം ദേഹി. നിങ്ങൾ എന്തിനീ ഷോട്ടിന് കയറി വന്നു? ചേച്ചിയുടെ ജോലി കഴിഞ്ഞു സാറ് കണ്ടില്ലേ? അതൊക്കെ നോക്കേണ്ട വേറെ ആളുണ്ട്. ഇവളുടെ കണ്ടീഷൻ സാറിന് അറിഞ്ഞൂടാ. ഷൂട്ടിംഗ് നടക്കുമ്പോ എല്ലാം കൂടെ അഴിഞ്ഞ് താഴത്തേക്ക് വീണല്ലോ. നാശമായല്ലോ. അടുത്ത സീനിലേക്കുള്ള ഹനുമാൻ റെഡിയാണോ? ഹനുമാൻ റെഡിയാണോ? ഹനുമാൻ റെഡിയാണോ? ഹനുമാൻ റെഡിയാണോ? ഞാനിവിടെ ഉണ്ട്. രാവണൻ, നിങ്ങൾ മരത്തിന് വരെ മറിഞ്ഞിരിക്കണം. ഞാൻ വിളിക്കുമ്പോ വന്നാൽ മതി. സ്റ്റാർട്ട് ക്യാമറ. വരണം വരണം. താനെന്തിനാണോ ഈ സീരി കയറി വന്നത്? ഹനുമാനാണോ സീരെ കെട്ടോണ്ട് പോണത്? ഞാൻ എന്റെ സീനാന്ന് വെച്ച് വന്നതാ സാർ. ഇന്നത് എന്റെ സീനല്ലെന്ന് പോണേ. രാവണൻ, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി. മരത്തിന് മുന്നിൽ നിൽക്കണം. ഡയറക്ടർ സാറെ വെയില് പോകുന്നു. റെഡി, സ്റ്റാർട്ട്. വരണം വരണം. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. അയ്യോ ആര്യപുത്ര, ലക്ഷ്മണ, രക്ഷിക്കണേ. ഓക്കെ, വെരി ഗുഡ്. നിർത്തണം, മതി. നിർത്തണം, നിർത്തണം. അയ്യോ ഇവരെ ഇറക്കുന്നില്ല. നിർത്താൻ. ഓടി വരും അമ്മേ. അമ്മേ വേഗം വരും. എന്നെ കൊണ്ടുപോകുന്നു. ഒന്നും പേടിക്കണ്ട. ആ കാലനെ കൊന്ന് കുഴിച്ചു മൂടി സീതയെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഇതല്ല നമ്മുടെ രാവണൻ. ഒരു തനിക്കെന്ത് പറ്റി? എന്റെ വേഷത്തിലൊരുത്തൻ ജീപ്പിനോടൊന്ന് എന്നെ കെട്ടിയിട്ടേച്ചു പോയി. ഈ സ്ഥലം ഒരു ഔട്ട് പോസ്റ്റാണ്. അടിയോടി ഹിയർ. ഉത്തരവ്. എന്റെ കൈ അറിയാതെ തട്ടി ഈ മണിന്ന് ശബ്ദം ഉണ്ടായി. അതെ ശരി. PC 818 ഒഴിവിലാണ് മത്തായി ഇവിടെ നിയമിച്ചിരിക്കുന്നത്. മത്തായി എല്ലാ സ്റ്റേഷനിലും ജോലി നോക്കിയിട്ടുണ്ട്. ഏത് അടിയോടി അംഗത്തിന്റെ കീഴിൽ ജോലി നോക്കണമെന്നുള്ളതിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പൊ സാധിച്ചു. എനിക്ക് സൗകര്യമായിട്ട് ചില ചിട്ടകളും ചില നിർബന്ധങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. ഉത്തരവ്. മനുഷ്യരെ ഹിംസിക്കരുത്. ഉത്തരവ്. കൈക്കൂലി മഹാപാപം. ഉത്തരവ്. നമ്മൾ സമാധാന പരിപാലകൻ. എല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിച്ച് അങ്ങോട്ട് ചെയ്തോളാം. ഉത്തരവ്. എന്താണ് അന്യായം? സൗകര്യമായിട്ട് അങ്ങ് പറഞ്ഞോളൂ. ഞാൻ ശ്രീരാം പിക്ചേഴ്സിന്റെ പ്രൊഡ്യൂസർ കുറ്റിയാട്. ഇത് എന്റെ ഡയറക്ടർ TP കോഴിവിള. കോഴിവിളെ, മുഖവര ഒന്നും വേണ്ട, പരാതി എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. ഈ കാട്ടിൽ വെച്ച് ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നായികയും അവരുടെ അമ്മയും തട്ടിക്കൊണ്ടു. അങ്ങനെ എഴുതിയാട്ടെ. കഥ രാമായണം. കഥ രാമായണം. എന്നിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? എപ്പോ വിട്ടുതരാമെന്ന് പറഞ്ഞു? ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവിടും. അവർക്കും കാണും സിനിമാ കമ്പനി. ഈ കൊണ്ടുപോയാലും നിങ്ങളെ പോലെ തന്നെ സിനിമാ കമ്പനിക്കാരാണോ? അല്ല സാർ, അവരേതോ കൊള്ളക്കാരാണ്. ഈ നിൽക്കുന്നില്ലേ, ഇയാളാണ് അവരുടെ ഡ്രൈവർ. അവരുടെ ഡ്രൈവറെ സത്യം പറഞ്ഞു. ആരാണ് അതിന്റെ നേതാവ്? പച്ചളാത്തോണ്ട് സാധനം മേശപ്പുറത്ത്. നമുക്ക് ഹിംസിക്കാൻ പാകില്ല. അങ്ങനെ അവിടെ ചുമ്മാ ഇരുന്നാട്ടെ. ഇവനെ കൊണ്ട് ഞാൻ സത്യം പറയും. നിങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചീഫ് രാവണൻ നിങ്ങൾക്ക്
നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരും. എന്റെ പൊന്നു സാറ്, ഞങ്ങൾക്ക് ആരും ഒന്നും തരേണ്ട. ഞങ്ങൾ ഈ പാതാളത്തിൽ നിന്നൊന്ന് വിട്ടയച്ചാൽ മതി സാറ്. ലങ്കയിൽ വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ സാധ്യമല്ല. പല ദുഷ്ടവിചാരത്തിനാണെങ്കിൽ എന്നോടായിക്കോണം. എന്റെ മകളെ എങ്ങനെ വിട്ടേക്കണേ സാറ്. നിങ്ങളുടെ മകളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളെ ഇവിടുന്ന് വിട്ടാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം. ആ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ എന്റെ ജീവിതമേ പാഴായി പോകും. നിങ്ങൾക്ക് ആവശ്യമുള്ള പണം തരാം. രാവണന് സിനിമാ കമ്പനിയുണ്ടോ? ഇല്ല, പക്ഷേ നിങ്ങളെപ്പോലെ പ്രശസ്തിയുള്ള താരങ്ങളെ വേണം. 1 വർഷം നിങ്ങൾ രാവണന് വേണ്ടി ജീവിക്കണം. പണ്ടത്തെ രാവണൻ സീതയോട് പറഞ്ഞ കണ്ടീഷനാണോ സാറേ ഞങ്ങളും കേൾക്കേണ്ടത്? അല്ല, നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാം. 1 വർഷം കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ കിട്ടും. ഇതെല്ലാം നമ്മളെ ചതിക്കാൻ പറയുന്ന ചക്രവാക്കാണ് അമ്മേ. ഞങ്ങളെ എതിർത്താൽ അമ്മയും മകളും മരണം വരെ ഇതിനകത്തായിരിക്കും. ഇതാ അഡ്വാൻസ് 10,000 രൂപ. 10,000 രൂപയോ? സാറാരാണ് സാറ്? രാവണന്റെ പ്രധാനമന്ത്രി വിഭീഷണൻ. നമസ്കാരം. പാട്ട് ക്ലാസ്സിലെ പാട്ട് മാസ്റ്റർ അല്ലേ? ഇവിടത്തെ ഒഴിവിലേക്കാണ് ഒരു മാഷെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത്. പുതിയ മാസ്റ്റർ എന്ന് വരും? ഇവിടെ ചോദ്യം കേട്ടില്ലേ? വരൂ. നമസ്കാരം. മാഷേ, താൻ ഈ താപ്തിധ്വനത്തിൽ കയറി പിടിച്ചിട്ട് ഇഷ്യൂ കാണാമല്ലോ. ഇനി അതിനെ വിട്ടിട്ട് വേറെ വല്ലതും പിടിച്ചൂടെ? നടന്നോ. എന്താ ആശാനെ കഥ? വധം നടന്നോട്ടെ. ഈ കുട്ടിയാണ് മിസ് എലൻ. ഫ്രാൻസിൽ നിന്നും കഥകളി പഠിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അമ്മയും കൂടെ വന്നിട്ടുണ്ട്. പക്ഷെ അമ്മ എലനല്ല, നല്ല ഭൂഷണിച്ച ശരിയാ. ആശാനെ വധം നടന്നോട്ടെ. നടന്നോ. അതാമേ, നമോവാദം. നമസ്കാരം. ഇത് നമ്മുടെ ഹെലന്റെ അമ്മ മിസസ് മൊള്ള. ഇത് പുതിയതായിട്ട് ഇവിടെ ഒന്ന് ചാർജ് എടുത്ത സെക്രട്ടറി മഹേശ്വരി അമ്മ. അർത്ഥദാനം ചെയ്യൂ. മദാമ്മ കോടീശ്വരിയാണ്. ദുരശനിക്ക് ഈ കഥകളിയോടുള്ള അകമഴിഞ്ഞ ആഗ്രഹം കൊണ്ട് ഇവിടെ ഒന്ന് പാർക്കുകയാണ് കേട്ടോ. 1 വർഷം കഴിഞ്ഞാൽ മടങ്ങി പൊക്കോളും. സമയം കിട്ടിയെന്നിരിക്കട്ടെ. 2 കോലെടുക്കലായി, കമ്പിളിമൂലി തൊടുത്തലായി, തയ്ക്കലായി. അത് തയ്ച്ചോളൂ. ഇദ്ദേഹമാണ് പഞ്ചവടിയുടെ സ്ഥാപകൻ ചെയർമാൻ മിസ്റ്റർ ദാസ്. ഇത് പുതിയതായിട്ട് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത മിസ് മഹേശ്വരി. നോം പിന്നെ പറഞ്ഞോ അങ്ങോട്ട്. ഇവിടുത്തെ ഡയറക്ടർ ബ്രഹ്മശ്രീ കൊണ്ടോട്ടി മൂസുദാൻ. നോക്കിക്കോളൂ. അപ്പൊ ഇവിടെ ചേർന്ന് നൃത്തവും ഗാനവും ഒക്കെ പഠിക്കണമെന്നാണോ? ഇവക്കറിയാൻ മേലാത്ത ഒന്നും തന്നെ ഇല്ല ലോകത്ത്. പക്ഷേ പാട്ടിന്റെയും ഡാൻസിന്റെയും കാര്യത്തിൽ ഇവളുടെ കണ്ടീഷൻ അല്പം പോരാ. അധിക ഫലം വിദ്യയല്ലേ? പേര് രജനി. എനിക്ക് കഥകളി പഠിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇതിനു മുൻപ് എവിടെയായിരുന്നു? സിനിമയിൽ അഭിനയിക്കായിരുന്നു. സിനിമ നടി പിന്നെന്താ സിനിമ വേണ്ടെന്ന് വെക്കാൻ കാരണം? ഡാൻസ് നല്ലവണ്ണം പഠിച്ചാലേ സിനിമയിൽ ഒരു ഹീറോയിനിയുടെ കണ്ടീഷൻ കിട്ടാളും സാറേ. ഈ പഞ്ചവടിയിലെ ചട്ടങ്ങളെല്ലാം അനുസരിക്കാൻ തയ്യാറാണോ? അനുസരിക്കാം. വാച്ച്മാൻ,
ഇവരെ കൂട്ടിക്കൊണ്ട് പോകും. വാച്ച്മാൻ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. പൊയ്ക്കോളൂ. കൂട്ടിക്കൊണ്ട് പോകോ? അങ്ങനെ. ഏത് ദരിദ്ര ഭാഷ ഈ എച്ചിലെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നത്? ആരോ മറന്നു വെച്ചിട്ട് പോയതായിരിക്കും. ശരി വാ, കൈ കഴുകിയിട്ട് വരാം. അയ്യോ, എന്റെ ചോരെവിടെ? ഇടോ, ഞങ്ങളുടെ സാധനങ്ങൾ എവിടെ? എടോ, എന്റെ സാധനങ്ങൾ എവിടെ? പിന്നെ അഹങ്കാരം കാണിച്ചാൽ അനുഭവം അറിയാമോ? അറിയാമോ? ദരിദ്രവാസി, നാണമില്ലല്ലോ പെണ്ണുങ്ങളുടെ പലഹാരം മോഷ്ടിച്ച് തിന്നാൻ. അല്ല, നിങ്ങൾ ആണുങ്ങളോ പെണ്ണുങ്ങളോ? ആരെങ്കിലും ആകട്ടെ, തന്നെ പോലെയുള്ള കള്ളന്മാരെ പിടിച്ച് പോലീസിൽ. അയ്യോ, എന്നെ പോലീസ് മാത്രം പിടിച്ചു കൊടുക്കരുത്. ഞാൻ പാവമാണേ. അയ്യോ, ഞാൻ വയറ്റിപ്പിഴപ്പിന് വന്നവനാണേ. എനിക്ക് പാടി എല്ലാരും കൂടി ഇയാളെ പിടിച്ച് കയ്യും കാലും കെട്ടി സെക്രട്ടറി ഏൽപ്പിക്കാം. അയ്യോ